18 വർഷം മലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അയ്യപ്പന്മാരെ കൽപ്പവൃക്ഷം നടന്നൊരു ചടങ്ങുണ്ട്. ശരിക്കും എന്തിനാ 18 വർഷമാവാൻ കാത്തിക്കുന്നത്? 18 അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഭൂതനാഥ ഉപാഖ്യാനത്തില് വ്യക്തമായി പറയുന്നുണ്ട് 18 റെപ്രസെന്റ് ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളും, അത് കഴിഞ്ഞ് അഷ്ടരാഗങ്ങൾ, അത് കഴിഞ്ഞ് ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, പിന്നെ വിദ്യ, അവിദ്യ. ഈ 18 കാര്യങ്ങളാണ് 18ാം പടി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള 18ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ 18 വർഷം കഴിയുന്ന സമയത്താണ് ഇങ്ങനെ കൽപ്പവൃക്ഷം വെക്കുന്നത്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷമാണല്ലോ. അങ്ങനെ 18 വർഷം വന്ന് ഈ തെങ്ങൊക്കെ വെക്കുന്ന ആളെയാണ് നമ്മൾ ഗുരുസ്വാമി എന്ന് പറയുക. യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനം നീക്കുന്നവെന്നാണല്ലോ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന ആളും ഗുരുവാണ്. ഒരുപാട് വർഷം മല ചവിട്ടി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഗുരു ആയിക്കൊള്ളുന്നില്ല, ഗുരുസ്വാമി ആയിക്കൊള്ളുന്നില്ല. പിന്നെ വലിയ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഗുരുക്കന്മാരാണ്. പ്രകൃതിയിലെ ഓരോന്നും ഗുരുക്കളാണ്. ഈവൻ ഉറുമ്പും കുഴിയാനയും എല്ലാം നമുക്ക് ഗുരുക്കന്മാരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ഗുരു തന്നെയാണ്. അപ്പൊ ഇവിടെ ഭസ്മക്കുളത്തിനടുത്തുള്ള ഓരോ തെങ്ങും ഓരോ കൽപ്പവൃക്ഷവും റെപ്രസെന്റ് ചെയ്യുന്നത് ആ 18 വർഷത്തെ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഉപാസനയുടെ ഒരു പ്രതീകമായിട്ടാണ്.